ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഷോൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസാണ് കേട്ടോ. ഓൾറെഡി കുറേ പേർക്ക് അറിയുന്ന ഒരു സംഭവമാണ്, എന്നാലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഷോൾ എങ്ങനെയാണ്, എത്ര ലെങ്ത്താണ്, എത്ര മീറ്ററാണ്, എത്ര വിഡ്ത്താണ് എന്നൊക്കെയും ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കഴിഞ്ഞ പെരുന്നാളിനേക്ക് ചെറിയ പെരുന്നാളിന് സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിട്ടുള്ള ഗൗണിൻ്റെ മെറ്റീരിയലിൽ നിന്ന് ഞാൻ ഷോളിന് സെപ്പറേറ്റ് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ എനിക്ക് 6 മീറ്ററാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഷോളിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇവിടെ ഷോളിന് വേണ്ടിയിട്ട് 2.25 മീറ്ററാണ് കേട്ടോ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഷോള് ആ മെറ്റീരിയലിൽ നിന്ന് ഒരു 2.25 മീറ്റർ എടുത്തിട്ട് മടക്കി ഫസ്റ്റ് ഒന്ന് ആ മെറ്റീരിയലിനെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഒന്ന് മടക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വീതിക്ക് അങ്ങനെ നിങ്ങൾക്ക് ലെങ്ത്ത് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിത് ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് ടഫാണ് കട്ടിങ്ങൊക്കെ. അപ്പം ഞാനതൊന്ന് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സെൻറ്റർ മടക്കിയതിന് ശേഷമാണ് 2.25 മീറ്ററിൻ്റെ ഹാഫ് എടുത്തിട്ട് മടക്കിയത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇനി നമുക്ക് അതിൻ്റെ വിഡ്ത്താണ് വേണ്ടത്. ഷോളിന് എത്രയാണ് വിഡ്ത്ത് വേണ്ടത് അതാണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാനിതാ ഷോളിന് ഈ ഒരു മെറ്റീരിയലിൻ്റെ ടോട്ടൽ വിഡ്ത്ത് 44 ഇഞ്ചാണ്. അപ്പോൾ അത്രയൊന്നും നമുക്ക് ഷോളിന് വേണ്ട. അപ്പം ഞാൻ ഷോളിന് വേണ്ടിയിട്ട് ഒരു 86 കേട്ടോ, 86 സെൻറ്റിമീറ്റർ വിഡ്ത്താണ് ഞാൻ എടുക്കുന്നത്. ഇത്ര ലെങ്ത്ത് ഉണ്ടാവും 2.25 മീറ്റർ കട്ട് ചെയ്താൽ കേട്ടോ. ഇതന്നെ ധാരാളമാണ്, എനിക്ക് ധാരാളമാണ്. ഇതിലധികം ഷോളിന് ലെങ്ത്ത് ഉണ്ടാവാറില്ല. വേണ്ടവർക്ക് ലെങ്ത്തിൽ കട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ 44 ഇഞ്ച് വിഡ്ത്തുള്ള ഈ മെറ്റീരിയലിൽ നിന്ന് ഒരു 30 ഇഞ്ച് വിഡ്ത്ത് വെച്ചിട്ട് ഒരു 2.25 മീറ്റർ കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഇതാ ഫോൾഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 22 ഇഞ്ചാണ് വിഡ്ത്തുള്ളത്. അപ്പോൾ ഇത് നിവർത്തുമ്പോൾ 44 ഇഞ്ച് വരും. അപ്പം നമുക്ക് അത്രയൊന്നും വേണ്ട, ഷോളിന് വീതി അത്രയൊന്നും വേണ്ട. അപ്പം ഞാൻ അതിൻ്റെ വിഡ്ത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഒരു 30 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു 2.25 മീറ്റർ വരെ ആ 30 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 30 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. വളരെ ഈസിയാണ് ഷോള് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്. എന്നാൽ നല്ല പെർഫെക്റ്റായി കിട്ടണമെങ്കിൽ നല്ലപോലെ ശ്രദ്ധിച്ച് നല്ല ഫിനിഷിങ്ങിൽ മെഷർമെൻറ്റും കൊടുത്ത് കട്ടിങ്ങും ചെയ്താൽ മാത്രമേ അത് നല്ല പെർഫെക്റ്റായിട്ട് ഷോളായി നല്ല വൃത്തിക്ക് വരുള്ളൂ. നമുക്ക് തോന്നും ഇത് നല്ല ഈസിയാണ്, പക്ഷേ ഈ ജോർജറ്റ് ഷിഫോൺ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ വരുമ്പം അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. ആ 30 ഇഞ്ച് 2.25 മീറ്റർ മൊത്തം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ കട്ട് ചെയ്യാനൊരു ഈസി ആയിരിക്കും. ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആയിരിക്കുമ്പോൾ. അല്ല, ഇത് ഇങ്ങനെയൊന്നും വേണ്ടാത്തവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിക്ക് നിങ്ങൾ കട്ട് ചെയ്യും.
അപ്പോൾ നമ്മൾ അതിൻ്റെ വിഡ്ത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽ ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചത് എന്ത് ലേസൊക്കെ കൊടുത്തിട്ട് ഷോളിന് ലേസ് കൊടുക്കണം എന്ന് വിചാരിക്കണേ. അപ്പോൾ അതിനുള്ള ലേസ് മീറ്ററോ ഞാൻ മുമ്പ് ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലേസ് ഇതിന് ബോർഡറായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇപ്പം ഞാൻ ഷോളിൻ്റെ ഒരു സ്റ്റിച്ചിങ് എങ്ങനെയാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പം ഈ ലൈസൊന്നും ഇല്ലാതെ ബോർഡറൊന്നും ഇല്ലാതെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ നോർമലി ലോക്ക് ചെയ്യുന്ന ആ ഒരു ടൈപ്പാണ് കേട്ടോ. ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും ചെയ്യണത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഷോള് ഫുള്ളായിട്ട് 4 സൈഡും ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, ക്ഷമയും വേണം. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യണം, കാരണം ഷോള് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഫൂട്ടിൻ്റെ താഴെ ഷോൾ വെച്ചിട്ട് ഷോളിൻ്റെ സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മെല്ലെ ഒന്ന് പൊക്കി കൊടുത്താൽ അതങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ലൊരു ഫിനിഷിങ്ങിൽ പോയിക്കോളും. അപ്പോൾ ഇത് ടോട്ടൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ഞാനൊരു സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഷോളാക്കി മാറ്റിയെടുക്കാം. എത്രയേ ഉള്ളൂ ഷോളിൻ്റെ വർക്ക്. ഇതോടെ ഷോളിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വർക്കൊക്കെ കഴിയും. വളരെ ഈസിയാണ്. ഇതേപോലത്തെ മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാം. തീരെ അറിയാത്ത ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യം കോട്ടൺ മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇങ്ങനത്തെ മെറ്റീരിയൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ ബൈ ഫ്രം ലൈല ലുലു. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ. സൈഡ് നോർമൽ നമ്മുടെ ഷോളിൻ്റെ ആ ഒരു രീതിക്ക് വരുന്നത്.